തൃണമൂൽ വിമത എംപിയായി സയാനി ഘോഷിന്റെ പാർലമെന്റ് റീൽ വിവാദത്തിൽ വിമത എംപി പാർലമെന്റിൽ ചിത്രീകരിച്ച റീലാണ് വിവാദമാകുന്നത്. അതീവ സുരക്ഷയുള്ള പാർലമെന്റിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നാണ് ആക്ഷേപം. ഗൗതമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, ഇതിന്റെ ചിട്ടവട്ടങ്ങളോ അല്ലെങ്കിൽ ഇതിൽ വലിയ സുരക്ഷാ പ്രാധാന്യമുള്ള ഇടമാണ് എന്നുള്ള ബോധത്തിലൊന്നുമല്ല റീൽ എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഹൈലി റൊമാൻറ്റിക് ആയിട്ടാണ് അവിടെ റീൽ ചിത്രീകരണം നടന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. ആ റീൽ കാണുമ്പോൾ എന്തായാലും ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്ററാണ് എന്ന് മനസ്സിലാക്കുന്നു ഈ വിമത എം പി. ഷമിനി, തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് വലിയ തീപ്പൊരു നേതാവായിരുന്ന ആളാണ് സയോണി ഘോഷ്. നമുക്കറിയാം, വിവിധ ഘട്ടങ്ങളിൽ ബംഗാളിൽ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലും അതോടൊപ്പം തന്നെ സമരങ്ങളിലുമൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന നേതാവ് കൂടിയാണ് സയോണി. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ എം പി ആയി, അതായത് ഈ TMC വിട്ട് അതിൻ്റെ വിമതപക്ഷ എം പി ആയി മാറിയതിനു ശേഷം പാർലമെൻറ്റിൽ നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചിത്രീകരിച്ച റീല് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഴയുള്ള പാർലമെൻറ്റിൻ്റെ ഷാമിൽ സൂചിപ്പിച്ച പോലെ അതിമനോഹരമായ ചിത്രങ്ങളും പൊയറ്റിക്കായിട്ടുള്ള അറ്റയറിലുള്ള റീൽ ചിത്രീകരണമൊക്കെയാണ് നടത്തിയതെങ്കിലും ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പാർലമെൻറ്റിൻ്റെ അതീവ സുരക്ഷയുള്ള മേഖലകളിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്ന നിലയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് പ്രതിപക്ഷത്തു നിന്ന് തന്നെ ചില എംപിമാരും ഇത് ഉന്നയിക്കുന്നുണ്ട്. BJP എംപിമാർ ഇത് ഉന്നയിക്കുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ സുരക്ഷ പരിഗണിക്കാതെ ഇത്തരത്തിൽ റീലുകൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് സയോണി ഘോഷിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. നമുക്കറിയാം, നിലവിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നിരവധി പുതുമുഖങ്ങൾ പാർലമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിൽ തന്നെ പലരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ പൊതുവെ അത്ര പരിചയമില്ലാത്ത പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും പെരുമാറ്റ രീതിയെക്കുറിച്ചുമൊക്കെ വലിയ ധാരണയില്ലാത്ത ആളുകൾ കൂടി ഈ പാർലമെൻറ്റിൽ എംപിമാരായി എത്തിയിട്ടുണ്ട്. അവർ പുതുമുഖങ്ങളാണ്. അത് ഒരു വശത്ത് നന്നായിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ പിണയുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഈ റീലെന്നാണ് TMC ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും സയോണി ഇപ്പോൾ റീല് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച് തുടരുകയാണ്. അതേസമയം വിമർശനങ്ങളോട് പ്രതികരിച്ചതിൽ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം സയോണി നടത്തിയിട്ടുമില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ആ പ്രതികരണം ഉണ്ടായേക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും റീൽസ് ചിത്രീകരിച്ചതുമായ നടപടി, ആ റീലിൻ്റെ ഭംഗിയൊക്കെ നല്ലതാണ്. പക്ഷേ റീൽസ് ചിത്രീകരിച്ച സ്ഥലം കുറച്ച് പ്രശ്നമായി പോയെന്നതാണ് ഇത് സംബന്ധിച്ച് ഉയരുന്ന വിവാദം. ഷാമിലി.